Welcome to Manera's box. ഇന്ന് നമുക്ക് ടേസ്റ്റി ആയ ഒരു കിണ്ണത്തപ്പം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതിന് മുമ്പിൽ കിണ്ണത്തപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് ശർക്കര വെച്ചിട്ട് മുട്ടയില്ലാതെ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് കാണിച്ചിട്ടുള്ളത്. ഇത് മുട്ട വെച്ചിട്ടാണ്, സെയിം പ്രോസസ്സ് തന്നെ, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ അതിന് മുമ്പിലായിട്ട് ഞാൻ നേരത്തെ മിനി കലത്തപ്പത്തിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ സബ്സ്ക്രൈബർ ജെസ്സി അഗസ്റ്റിൻ ട്രൈ ചെയ്ത് അവർക്ക് നല്ല പെർഫെക്റ്റായിട്ട് വന്ന് സോഫ്റ്റായിരുന്നു. അതിൻ്റെ ഫോട്ടോ അയച്ചു തന്നായിരുന്നു. താങ്ക് യു മാം. അപ്പോൾ ഇനി നമുക്ക് കിണ്ണത്തപ്പം ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് പച്ചരി ഒരു 4 മണിക്കൂർ പോലെ സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നല്ലോണം സോക്ക് ചെയ്താൽ തന്നെ നല്ല മഷി പോലെ അരഞ്ഞു വരും. അതുകൊണ്ടാണ് നല്ലപോലെ സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ പച്ചരിക്ക് പകരം ബസ്മതി റൈസോ ജീരകശാല റൈസോ എന്ത് വേണമെങ്കിലും എടുക്കാം. ഞാൻ ഇപ്പോൾ എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ളത് പച്ചരിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി ഒരു 4 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്യാം. അപ്പോൾ 4 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്യണമുണ്ട്. ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് ഇടാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകം കൂടെ ആഡ് ചെയ്യാം. പിന്നെ ഒരു 3 ഏലക്ക എടുക്കുന്നുണ്ട്. ഇതിൻ്റെ കുരുവാണ് ഇടാൻ പോണത്. അപ്പോൾ ഞാൻ ഇത്രയും ഇപ്പം മിക്സി ജാറിലിട്ട് നല്ലപോലെ ഒന്ന് അരച്ച് കാണിക്കാം. ഞാൻ ഇപ്പോൾ ഈ അരി അരയ്ക്കാൻ പോണത് വെള്ളം ഒഴിച്ചല്ല. ഞാൻ 1.5 കപ്പ് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങാപ്പാൽ എന്ന് പറഞ്ഞാൽ ഇത് 1-ാം പാലാണ്. നല്ല കട്ടിയുള്ള തേങ്ങയുടെ പാലാണ്. അതായത് ഒരു വലിയ തേങ്ങയുടെ ഒരു വലിയ ഫുൾ തേങ്ങ എടുത്തിട്ട് അതിൽ ഒരു ശകലം വെള്ളം ഒഴിച്ച് പിഴിഞ്ഞെടുത്താണ് എത്ര എടുത്തിട്ടുള്ളത്. അപ്പോൾ 1.5 കപ്പ് കട്ടി തേങ്ങാപ്പാൽ എടുക്കുക നിങ്ങൾ. തേങ്ങാപ്പാൽ എത്രയും കൂടണോ അത്രയും ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ ഞാൻ ഒരു മുട്ടയും കൂടെ ഇട്ടിട്ടാണ് അരയ്ക്കാൻ പോണത്. ഞാൻ ഇതെല്ലാം കംപ്ലീറ്റായിട്ട് തേങ്ങാപ്പാൽ ഒഴിക്കണില്ല. ഇതിൽ നിന്ന് ഒരു 1/2 കപ്പ് ഒഴിച്ചാണ് അരയ്ക്കാൻ പോണത്. എന്ന് പറഞ്ഞാൽ എല്ലാം കംപ്ലീറ്റ് ഒഴിച്ച് നമുക്ക് അരയ്ക്കുകയാണെങ്കിൽ നല്ലപോലെ അരയത്തില്ല. അതുകൊണ്ട് ഒരു 1/2 കപ്പ് ഒഴിച്ച് നമുക്ക് അരച്ചിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്കിത് മിക്സ് ചെയ്യാം. അപ്പോൾ ഒരു മുട്ട കൂടെ ഇതിൻ്റെ കൂടെ ഞാൻ അരയ്ക്കുമ്പോൾ തന്നെ ഇതിൽ ഇട്ട് അരയ്ക്കാനാണ് പോണത്. അരി അരച്ച് കഴിഞ്ഞിട്ട് ഒരു മുട്ട കൂടെ ഇട്ട് അരയ്ക്കാം. എന്താണെന്ന് വെച്ചാൽ മുട്ട ഇടുകയാണെങ്കിൽ നമുക്ക് ഒരു 15 മിനിറ്റ്സിൽ തന്നെ അത് കുക്ക് ചെയ്യാൻ തുടങ്ങണം. മുട്ട ഓപ്ഷണലാണ്. ഇട്ടില്ലെങ്കിൽ ഒരു 3 hours നിങ്ങൾ ഒന്ന് സെറ്റ് ചെയ്യാൻ വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കുക്ക് ചെയ്യാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ എനിക്ക് വേഗം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ മുട്ട ആഡ് ചെയ്യണത്. എൻ്റെ അരി ഇതാ മഷി പോലെ അരഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ച് ഒന്നുകൂടെ ഞാൻ അരയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ 1/2 കപ്പ് പാലൊഴിച്ച് നമ്മുടെ അരി അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇത് കുറച്ച് തിക്കായിരിക്കണം, കുറച്ചുകൂടെ ലൂസായിരിക്കണം നമുക്ക്. അതായത് നല്ല ലൂസായിട്ട് അരിക്കേണ്ടത്. അതുകൊണ്ടാണ് 1.5 കപ്പ് തേങ്ങാപ്പാലെടുത്തത്. 1.5 കപ്പിൽ 1/2 കപ്പും ഒരു ശകലം ഒഴിച്ചിട്ടാണ് ഞാൻ ഇത് കംപ്ലീറ്റായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുള്ളത്. ഇതിലൊരു മുട്ടയും ആഡ് ചെയ്തിട്ടുണ്ട്. മുട്ട ഓപ്ഷണലാണ്. മുട്ട ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു 3-4 hours അത് ഒന്ന് സെറ്റ് ചെയ്യാൻ വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ ഇത് ബാക്കിയുള്ള തേങ്ങാപ്പാലൂടെ ഇതിൽ ആഡ് ചെയ്യാണ്. അപ്പോൾ എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. നല്ല ലൂസായിട്ട് കണ്ടോ, നല്ല വെള്ളം പോലെ ഇരിക്കുന്നുണ്ട്. ഇതാണ് നമുക്ക് നല്ല തിന്നായിട്ട് അങ്ങനെ ഇരിക്കേണ്ടത്. നല്ല തിക്കാക്കണ്ട നിങ്ങൾ. അപ്പോൾ നമുക്കിങ്ങനെ ഇത് ഒരു 1/2 hour നമുക്ക് സെറ്റ് ചെയ്യാൻ വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഉണ്ടാക്കാം. ഇത് മുട്ട ഇരിക്കണോണ്ടാണ് 1/2 hour വെച്ചത്. ഒരു 15 to 30 minutes മതിയാകും. കൂടുതൽ വേണ്ട. എന്തായാലും 15 to 30 minutes അത്രേ ഉള്ളൂ. നിങ്ങൾ മുട്ട ആഡ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ അരച്ച് വെച്ചിട്ട് ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞ് ഉണ്ടാക്കിയാലും കറക്റ്റായിട്ട് സെറ്റായിരിക്കും. പക്ഷേ മുട്ട എടുത്തില്ലെങ്കിൽ ഉടനെ ഉണ്ടാക്കണ്ട. ഞാൻ ഇപ്പോൾ ഉടനെ നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിക്കാൻ വേണ്ടിയിട്ടാണ് മുട്ട ആഡ് ചെയ്തത്. അല്ലെങ്കിൽ ആഡ് ചെയ്യത്തില്ല. ഇത് അടച്ച് വെക്കുകയാണ് ഇവിടെ. നിങ്ങൾക്ക് ഇത് കുറച്ച് തരി പോലെ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഈ തേങ്ങാപ്പാൽ അരിക്കണ അരിപ്പയിൽ കൂടെ ഒന്നുകൂടെ അരിച്ചെടുക്കുക. അതായത് നമുക്ക് ഒരു തരിയും ഇല്ലാതെയാണ് ഇത് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തരി ഉണ്ടെന്ന് സംശയം ഉണ്ടെങ്കിൽ തേങ്ങാപ്പാൽ അരിക്കണ അരിപ്പയിൽ ഒന്ന് അരിച്ചെടുക്കുക. ഇത് എനിക്കിപ്പോൾ നല്ല മഷി പോലെ അരഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തത്. എനിക്കൊരു 20 minutes ആയിട്ടുണ്ട്. ഞാൻ 2 പാത്രത്തിൽ വെച്ച് കാണിക്കാം. ഒരെണ്ണം കുക്കറിൽ വെച്ച് കാണിക്കാം. അല്പം വെള്ളം എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് ഇഡ്ഡലിയൊക്കെ കുക്ക് ചെയ്യണത് പോലെയാണ്. സ്റ്റീം ചെയ്യാണ്. സ്റ്റീമറോ എന്തെങ്കിലും കുക്കറിൽ ഒന്ന് വയ്ക്കണം. ഒന്ന് ഇതുപോലെ പാത്രത്തിൽ നിങ്ങൾക്ക് ഏത് കംഫർട്ടബിൾ ആണോ അതുപോലെ എടുക്കുക. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ഒരു സ്റ്റാൻഡ് ഇടുക. എന്തെങ്കിലും ഒരു സ്റ്റാൻഡോ അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഇതുപോലെ ഇഡ്ഡലി തട്ട് ഇട്ടാലും മതിയാകും. എന്തെങ്കിലും താഴെ ഇട്ടിട്ട് നമുക്ക് പാത്രം ഇറക്കി വയ്ക്കാം. ഇപ്പോൾ 2 പാത്രത്തിലേക്കാണ് ഞാൻ ഒഴിച്ച് 2 കുക്കറിലും ആ പാനിലുമാണ് വയ്ക്കാൻ പോണത്. ഇപ്പം നമുക്ക് മാവ് നിങ്ങൾ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ താഴെ പടിഞ്ഞിരിക്കുക, അത് സെറ്റായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് ഒഴിക്കാൻ. ഇത് പൊന്തി വരത്തില്ല, എന്നാലും നിങ്ങൾ കട്ടിക്ക് ഒഴിക്കരുത്. കുറച്ച് തിക്നെസ് കുറച്ച് ഒഴിക്കുക. തിന്നായിട്ട് തന്നെ ഒഴിക്കുക. ഇതിൽ ഒരു ഹാഫല്ല, കുറച്ച് ഒഴിക്കണം. കുറച്ച് ജീരകം നമുക്ക് മുകളിലോട്ടിടാം. ഇത് ഓപ്ഷണലാണ്. വേണമെങ്കിൽ ഇട്ടാൽ മതി, അല്ലെങ്കിൽ വേണ്ട. നമുക്ക് ജീരകം അരച്ചിട്ടുണ്ട്.
ഞാൻ പാത്രം അകത്ത് വെച്ചിട്ട് തന്നെ ഒഴിക്കണം. ഫുൾ ഒഴിക്കണ്ട, ഹാഫ് ഒഴിക്കണ്ട, കുറച്ച് തിന്നായിട്ട് ഒഴിക്കുക. ഇപ്പോൾ 2 പാത്രങ്ങളും അടച്ചു വെച്ച് കുക്ക് ചെയ്യാണ്. ഹാഫ് ആൻ അവർ ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഒരു ഷാർപ്പായ എന്തെങ്കിലും വെച്ച് ഒന്ന് കുത്തി നോക്കാം. ഒന്നും വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് കുക്കായിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ തണുത്തിട്ട് വേണം നമുക്ക് ഇളക്കിയെടുക്കാൻ. കുക്കറിൽ വെച്ച് എന്താണെന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കുക്കറിലൊന്ന് ഞാൻ അടച്ചാണ് വെച്ചത്. ക്യാപ്പ് വെച്ച് ഓപ്പൺ ചെയ്തിട്ട് ചൂടാം. ഇതൊന്ന് കുത്തി നോക്കാം. ആയിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ തണുത്തിട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. നമ്മുടെ സോഫ്റ്റായ കിണ്ണത്തപ്പം റെഡി ആയിട്ടുണ്ട്. ഞാൻ 15 മിനിറ്റ്സ് ആയപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തായിരുന്നു. നമുക്കിനി ഇത് ഇളക്കിയെടുക്കാം. തിന്നായിരിക്കണം, ഇവിടെ തിക്കായിരിക്കണം. നമുക്കിത് കൂടെ ഒന്ന് ഇളക്കി നോക്കാം. ഇത് ഞാൻ കുക്കറിൽ വെച്ചിരുന്നതാണ്. നിങ്ങൾ ഇത്രയും തിക്കായിട്ട് ഒഴിക്കേണ്ട. ഞാൻ വേഗം കഴിയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും തിക്കായിട്ട് ഒഴിച്ചത്. കുറച്ചുകൂടെ തിന്നായിട്ട് ഒഴിക്കാം. ഇപ്പം കട്ട് ചെയ്ത് കാണിക്കാം. നല്ല സോഫ്റ്റായിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ ഒരെണ്ണം മുറിച്ചിട്ടില്ല. ഇതാണ് കണ്ട, ഇങ്ങനെ ഇതാണ് നല്ല പാകമായിട്ട് ഇരിക്കണത്. ഇങ്ങനെ നല്ല റബ്ബർ പോലെ ഇങ്ങനെ ഇരിക്കണം. ഒരെണ്ണം മാത്രം മുറിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഭയങ്കര ടേസ്റ്റിയാണ്. ഇതിൽ മുട്ട ഇടുകയാണെങ്കിൽ കുറച്ച്, ഇപ്പോൾ മുട്ട ഇട്ടിട്ടുണ്ട്, നിങ്ങൾ മുട്ട ഇടാതിരുന്നാൽ കുറച്ചുകൂടെ സമയം സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഇത് ഉണ്ടാക്കാം. അതായത് ഒരു 4 to 5 hours വരെ നിങ്ങൾ സെറ്റ് ചെയ്യാൻ വയ്ക്കാം. മുട്ട ഇട്ടില്ലെങ്കിൽ, ഇപ്പോൾ മുട്ട ഇട്ടതുകൊണ്ടാണ് ഞാൻ ഉടനെ ഹാഫ് ആൻ അവറിൽ തന്നെ ഉണ്ടാക്കിയത്. നല്ല ഹെൽത്തിയായ സാധനമാണെന്ന് പറഞ്ഞാൽ നമുക്ക് പച്ചരി മാവിലാണ് ഉണ്ടാക്കുന്നത്. അത് നല്ല ടേസ്റ്റുമാണ്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിൽ വരുന്ന ബെൽ ബട്ടൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻ കിട്ടും. താങ്ക്